ശ്രീകൃഷ്ണപ്പരുന്ത്, അഥർവം, അനന്തഭദ്രം, ഏറ്റവും അവസാനം ഈ കൊടുമൺ പൊറ്റിയുടെ കഥ പറഞ്ഞ ഭ്രമയുഗം, ഈ സിനിമകൾക്കെല്ലാം വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടിയ ഒരു നാടാണ്. അതിനൊക്കെ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രചാരം ലഭിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത്, ഒരു 1.5 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതാണ് ഇന്നത്തെ കാര്യം. 1.5 കൊല്ലം മുമ്പാണ്. സ്ഥലം നിലവിലെ KPC അധ്യക്ഷനും കണ്ണൂരിൻ്റെ MPയുമായിട്ടുള്ള കെ സുധാകരൻ്റെ വീടാണ്. അവിടെ നിന്നുമാണ് ചില സംഭവങ്ങൾ കുഴിച്ച് മൂടിയിട്ടിരുന്ന സംഭവങ്ങൾ കിളച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണ ശകലങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും അതുതന്നെയാണ് ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സുധാകരൻ ആ സംഭാഷണ ശകലങ്ങളിലുള്ളത് ഉയിര് കഴിച്ചിലായത് നന്നായി എന്നുള്ള, അല്ലെങ്കിൽ ഭാഗ്യമായി എന്ന നിലയ്ക്കുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നടക്കുന്ന ആളുകൾ ഇതിനെ കൂടോത്രമെന്ന് പറയും. അതിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്തായാലും KPC അധ്യക്ഷന് ഈ വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ കൂടോത്ര കഥകൾ അല്ലെങ്കിൽ കൂടോത്ര സംഭവങ്ങൾ ആദ്യമായിട്ടല്ല ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് 1.5 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഒക്കെ അതിനെക്കുറിച്ച് പറയും. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം കാസർഗോഡിൻ്റെ MP കൂടിയാണല്ലോ. അദ്ദേഹവും ഈ ഒരു സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ട്. എന്തായാലും തൻ്റെ വീട്ടിൽ തനിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അവിടെ കൊണ്ട് ഇത്തരത്തിൽ കൂടോത്ര സംബന്ധിയായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ട്. DK ശിവകുമാർ അദ്ദേഹം കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞതും ഈ കേരളത്തിൽ ഉള്ള ചില ഏതോ അമ്പലത്തിൽ നിന്ന് ചെയ്തിട്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആരെക്കൊണ്ടോ ചെയ്യിച്ചിട്ടുള്ളൊരു സംഭവമാണ് അവിടെ അത്തരത്തിൽ സർക്കാരിനെതിരെ, കർണാടകയിലെ സർക്കാരിനെതിരെയും ഇത്തരത്തിലുള്ള കൂടോത്ര സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് ഭ്രമയുഗമാണ് എന്ന് ആ സിനിമയിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്ന തലത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ഇതിനെ കൂടോത്രമെന്നും ബാക്കിയുള്ളവർ അതിനെയൊക്കെ തള്ളിക്കളയുന്ന മനുഷ്യരും എന്തായാലും ഉണ്ട്. എന്തായാലും ഓരോ വിഷയങ്ങൾക്കും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഇനി KPC അധ്യക്ഷനൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ നടത്തുന്ന വെളിപ്പെടുത്തലിലൂടെയാണ് മനസ്സിലാക്കുക. എന്തായാലും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സംവിധാനങ്ങൾ ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു സംഗതി. ഇത് പുറത്തുനിന്നാരുമല്ല, അകത്തുനിന്നുള്ളവരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയ്ക്കുള്ള ചില പ്രതികരണങ്ങൾ ചില ഘടകങ്ങളിൽ നിന്നുൾപ്പെടെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഭ്രമയുഗം കൊള്ളാം.